ലീനയെ ഉപദ്രവിച്ച റീത്തയെ തല്ലി സ്റ്റാലി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, സാധിക്കുന്നത് വളരെ വലിയ ട്വിസ്റ്റുകൾ തന്നെയാണ്. അതായത് അലീനയെ ഒരു കണക്കിനാണ് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞ് തൻ്റെ കൂടെ നിർത്തുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഈ സമയം തന്നെ റീത്ത സ്വത്തുക്കൾ കൈക്കലാക്കാനും സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും എൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പദ്ധതി മെനഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കുമെന്ന് കാണാൻ കഴിയും. അതിനായിട്ട് സ്റ്റാലിൻ്റെ ഭാര്യ വരുന്നതുവരെ അവർ കാത്തിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാം. എന്നിരുന്നാലും അതൊന്നും വലിയ ലക്ഷ്യമൊന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. കാരണം ദിവസം വൈകുന്തോറും സ്വത്തുക്കൾ നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണെന്ന് റീത്ത പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കരുക്കൾ നീക്കണം, അലീന എന്ന് പറയുന്നവളെ പുറത്താക്കണമെന്ന് റീത്ത പറയുന്നുണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും റീത്ത ചേച്ചി? അയാളുടെ മകളാണെന്നല്ലേ പറയുന്നത്. പിന്നെ നമ്മൾ എന്തു ചെയ്യാനാണ് എന്ന് സഹോദരന്മാർ ചോദിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം. അയാൾ ചിലപ്പോൾ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കുമെന്ന് റീത്ത പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മുഴുവൻ സമയവും എടുത്ത് ആലോചിച്ച് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് പറയുന്നു. അതിനായിട്ട് എൽസി വരുന്നത് വരെ കാത്തിരിക്കുകയൊന്നും വേണ്ട, നമുക്ക് ഒന്ന് പോയി ആ പെണ്ണിനെ പുറത്താക്കാനായിട്ട് ശ്രമിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് അധികാരത്തിൽ അവിടെ ചേറി ചെല്ലും? നമ്മൾക്ക് സ്റ്റാലിനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലല്ലോ, നമ്മളൊക്കെ എൽസി ചേച്ചി വഴിയുള്ള ബന്ധുക്കളല്ലേ എന്ന് സഹോദരൻ പറയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എൽസിയുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഉണ്ടാകുമെന്ന് ഒരു തോന്നൽ അവന് വരുത്തണം, ഒരു പേടി അവന് വരുത്തണം. അതാണ് എൻ്റെ ആഗ്രഹവും ലക്ഷ്യവും. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. എൻ്റെ ചേച്ചി, ഞങ്ങളുടെ എല്ലാ പിന്തുണയും എല്ലാ സപ്പോർട്ടും ചേച്ചിക്കുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ആ സ്റ്റാലി എന്ന് പറയുന്നവൻ ഒരു കൊമ്പനാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അയാൾ അത്ര പെട്ടെന്നൊന്നും ആ പെണ്ണിനെ പുറത്താക്കുമെന്ന് തോന്നുന്നില്ല ചേച്ചി പറയുന്നത് കേട്ടിട്ട് എന്ന് പറയുമ്പോൾ, അതെ, സ്വന്തം മക്കളെക്കാളും ആ പിഴച്ചു പെറ്റവളെ എന്താണ് ഭാഗ്യമായിട്ട് അവൾക്ക് ഒരുപാട് സ്വത്തുക്കളും കൂടാതെ തന്നെ അവളെ രാജകുമാരിയെ പോലെയൊക്കെയാണ് നോക്കുന്നതെന്ന് ആ അൻ്റപ്പനും കൂടാതെ തന്നെ ആ പൗലോസൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അത് കേട്ടപ്പോഴുണ്ടല്ലോ എൻ്റെ തൊലി ഉരിഞ്ഞുപോയി എന്ന് റീത്ത പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ ഈ പിള്ളേർ അനുഭവിക്കേണ്ടതാണ് അവൾ ഒറ്റയ്ക്ക് തിന്ന് കുടിച്ച് നടക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കൂ കേട്ടോ. ഇതേ സമയം നമുക്കിപ്പോൾ എന്ത് ചെയ്യാനാ? ഇവർക്ക് അത് വേണ്ടാഞ്ഞിട്ടല്ലേ, ഇവർക്ക് പപ്പയും വേണ്ട ആരെയും വേണ്ട. അത് നമ്മളുടെ കുഴപ്പമാണോ എന്ന് ചോദിക്കുന്നു. ഞാനാണ് പറഞ്ഞത് അവരോട് ആരുടെ അടുത്തേക്കും പോവേണ്ടതില്ല എന്ന്, സ്റ്റാലിനെ ഉപേക്ഷിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവർ കേട്ടു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കൂട്ടോ. ഇതേ സമയം ചേച്ചി, ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസരത്തിൽ നമുക്കത് ഉപയോഗപ്പെടുത്താമായിരുന്നു എന്ന് പറയുകയാണ്. കാരണം വലിയ പൊട്ടിത്തെറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് നോക്കാനായിട്ട് കഴിയുമായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്ത് പൊട്ടിത്തെറി ഉണ്ടാവാനാ? അവൻ ഒരു വൃത്തികെട്ടവൻ തന്നെയാണ്. അവൻ എൻ്റെ സഹോദരിയെ ചതിക്കുകയായിരുന്നു എന്ന് പറയുന്നു. എൻ്റെ ചേച്ചി, നമ്മുടെ എൽസി ആണെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കുകയല്ലേ. അവളാണെങ്കിൽ ആളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ലല്ലോ. എന്താണ് ആളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പോലും അറിയിക്കാനായിട്ടൊന്ന് നോക്കാനായിട്ട് എൽസിക്ക് താല്പര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ എങ്ങനെ താല്പര്യപ്പെടും? അവൻ അത്രയ്ക്ക് ദുഷ്ടനല്ലേ.
ആ സ്റ്റാൻലി എന്ന് പറയുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ പറയുന്നുണ്ട്, അത് ശരിയാണ്, അയാൾ ഒരു വൃത്തികെട്ടവനാണ് എന്ന് പറയാണ്. കാരണം അവർക്കൊരു വിരോധവും വിദ്വേഷമൊക്കെ സ്റ്റാലിനോടുണ്ട്, അതുകൊണ്ട് മാത്രം പറയുന്നതാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും അവൾ വരുന്നവരെയൊന്നും കാത്തിരിക്കട്ടെ, നമുക്ക് ചെന്ന് ഒരു കളി കളിച്ച് നോക്കാമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ എങ്കിൽ ശരി വാ നമുക്ക് പോകാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഒടുവിൽ ഒരു വലിയ യുദ്ധത്തിന് തന്നെ ഇറങ്ങി പുറപ്പെടുകയാണ് റീത്തയും സഹോദരങ്ങളും. അവരുടെ പ്രധാന ലക്ഷ്യം അലീനയെ പുറത്താക്കുക തന്നെയാണ് എന്ന് കാണാനായിട്ട് കഴിയും. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്നൊക്കെ കണ്ട് തന്നെ കാണണം കേട്ടോ. കാരണം സ്റ്റാൻലി ഒരിക്കലും അലീനയെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റാലിനെ വിട്ട് കളയില്ല അലീനയെ സ്റ്റാലിനും. ഇതേ സമയമാണ് റീത്ത അലീനയെ ഉപദ്രവിക്കാനും പേടിപ്പിക്കാനും പേടിപ്പിച്ചോടിക്കാനും ചെല്ലുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സ്റ്റാലിൻ്റെ മുൻപിൽ വെച്ച് അലീനയെ വേദനിപ്പിക്കുകയാണ് റീത്ത. ഇറങ്ങിപ്പോടി ഇവിടുന്ന്, നിന്നെയൊന്നും ഈ കുടുംബത്തിൽ ആർക്കും ആവശ്യമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. എൻ്റെ മക്കൾ, അതായത് എൻ്റെ സഹോദരിയുടെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്ത് നീ അങ്ങനെ അനുഭവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ലടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും എനിക്ക് ഈ സ്വത്തും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് അലീന പറയുമ്പോൾ, നീ ഒരു പഠിച്ച കള്ളിയാണെന്ന് എനിക്കറിയില്ലേ, നിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്ന് കാണാം. നിനക്ക് അവസരം കിട്ടുമ്പോൾ സ്റ്റാലിൻ്റെ സ്വത്തൊക്കെ തട്ടിയെടുക്കാനല്ലേ നീ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ച് പുറത്ത് ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുകയാണ് റീത്താമ്മ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോവാനിങ്ങനെ റീത്തയുടെ കൂടെ പോകുമ്പോൾ സ്റ്റാൻലി തടയുകയും തൻ്റെ മകളെ പുറത്താക്കാൻ നീ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻലി റീത്തയെ പിടിച്ച് തല്ലുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കം, ഇങ്ങനെ ഒരു പ്രവണത മനസ്സിലാക്കുന്നില്ല, നമ്മുടെ റീത്ത വിചാരിക്കുന്നില്ല കേട്ടോ. റീത്തയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അലീനയാണെങ്കിൽ പപ്പ ചെയ്തത് ശരിയാണെന്ന് തന്നെ പറയുന്നതും കാണാൻ കഴിയും. കൂട്ടുകാരെ, പ്രേക്ഷകർ